Hello friends, welcome to Law Cost. മരിച്ച വ്യക്തിയെ പറ്റി അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ശിക്ഷാർഹമാണോ? ശിക്ഷാർഹമാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഭാരതീയ ന്യായ സംഹിതയിലും പറയുന്നുണ്ട്. അപകീർത്തിപ്പെടുത്തൽ അഥവാ ഡിഫാമേഷൻ എന്താണെന്ന് നോക്കാം. Under section 499 to 502 of Indian Penal Code 1860, under section 356 of Bharatiya Nyaya Samhita 2023 ആണ് ഡിഫോമേഷനെ കുറിച്ച് പറയുന്നത്. ഇനി എന്തെല്ലാമാണ് ഡിഫോമേഷന്റെ പരിധിയിൽ വരുന്നത് എന്ന് നോക്കാം. Whoever by words, written, spoken, ആരോ ആയിക്കൊള്ളട്ടെ, അവർ പറയുന്ന വേടുകളിലോ അവർ വാക്കുകളിലൂടെയോ എഴുത്തുകളിലൂടെയോ മറ്റൊരാളെ ഹനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഡിഫാമേഷനായി കണക്കാക്കാം. Intend to read, sign, visible representation, makes or publishes, ആംഗ്യഭാഷയിലൂടെയോ വിസിബിൾ റെപ്രസെന്റേഷൻ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ മറ്റൊരാളെ ഹനിക്കുന്ന തരത്തിലുള്ള എന്ത് പ്രസ്താവനകളും ഡിഫാമേഷനായി കണക്കാക്കാം. In any manner, imputation concerning any person intending to harm, knowing or having reason to believe that such imputation will harm reputation of any person, അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മാന്യതയെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള ഏതു പ്രവൃത്തിയും ഡിഫാമേഷനായി കണക്കാക്കാം. There are 4 explanations and 10 exceptions about defamation explained in BNS. To impute anything to a deceased person, if such imputation would have harmed the reputation of that person had they been alive, and is intended to hurt the feelings of their family or close relatives. മരിച്ചുപോയ വ്യക്തിയുടെ പ്രശസ്തിക്ക് കോട്ടം വരുത്തുന്നതും ആ വ്യക്തിയുടെ കുടുംബത്തിനോ അതോ മറ്റു ബന്ധുക്കൾക്കോ ദോഷം വരുത്തുന്ന രീതിയിലുള്ള ഏതൊരു ആരോപണവും ശിക്ഷാർഹമാണ്. ഡിഫാമേഷന്റെ പനിഷ്മെന്റ് എന്താണെന്ന് നോക്കാം. Simple imprisonment for a term which may extend to 2 years or with fine or both. And community services. Community servicesന്റെ ഡീറ്റെയിൽ വീഡിയോ ലോ കോസ്റ്റ് മുൻപ് ചെയ്തിട്ടുണ്ട്. Thank you for watching Law Cost. Keep watching, learning the law with us. Thank you so much.